ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ഞാൻ ആദ്യം പറയുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മതിയാകും. മക്കളെ, വരാൻ പോകുന്ന CPO പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നല്ല മുന്നൊരുക്കമാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് അതിൻ്റെ ആദ്യ ചുവടുവെപ്പാണ്. അതായത് വരാൻ പോകുന്ന CPO പരീക്ഷയ്ക്ക് വേണ്ടി PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച CPO, WCPO, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ, അതേപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ എല്ലാ ലെവൽ +2 നിലവാരത്തിലെ പരീക്ഷകളിലും PSC ആവർത്തിച്ച് ചോദിച്ച അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച ഒരു 100 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പം 10 ചോദ്യങ്ങളടങ്ങുന്ന ഒരു 10 വീഡിയോ ക്ലാസ്സുകളിലൂടെ ഇതിൻ്റെ അതായത് ഇനി വരാൻ പോകുന്ന നമ്മുടെ CPO പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നല്ല മുന്നൊരുക്കമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ബാക്കിയുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിന് പ്രത്യേകത ഞാൻ പറയട്ടെ മക്കളെ. ഇത് 78/2024 ഒരു WCPO പരീക്ഷയുടെ ചോദ്യമാണ്. ഈ പരീക്ഷയിൽ ഞാൻ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കാഠിന്യമേറിയ പരീക്ഷയായിരുന്നു ഇതെന്ന്. അത്രത്തോളം നല്ല നിലവാരം പുലർത്തിയ കിടിലൻ ചോദ്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചോദ്യം ആരംഭിക്കുമ്പോൾ നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് എത്ര ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റി എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ശേഷം നിങ്ങൾ തുടർന്ന് കാണുക. നമ്മുടെ ബാക്കി ക്ലാസ്സുകൾ കണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത്, വേഗത്തിൽ എന്ത് ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും 10ൽ 10 തന്നെ കമൻറ്റ് ചെയ്യട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ നേരെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 9 പാർട്ടുകളും നിങ്ങൾ കാണണം. കണ്ടതിന് ശേഷം നമ്മുടെ CPO പരീക്ഷയെ അഭിമുഖീകരിച്ചാൽ തീർച്ചയായിട്ടും കണക്കിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടമാവില്ല എന്ന് ഈ ക്ലാസ് നിങ്ങളെ തെളിയിക്കും. കാര്യം കുറേയധികം പുതിയ അറിവുകൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ വേണം, ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് മക്കളെ. നമ്മുടെ ഫസ്റ്റ് ചോദ്യമാണ്. കണ്ടല്ലോ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മുന്നോട്ടും എങ്ങനെ ആയിരിക്കുമെന്ന്. നോക്ക്, 1, 5, 14 എക്സെട്ര എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര് എന്ത്? സൂപ്പർ ചോദ്യമായിരുന്നു. എൻ്റെ അറിവിൽ മക്കളെ ഈ പരീക്ഷ എഴുതിയ 99% ആൾക്കാരും ഉത്തരം ചെയ്തില്ല. പിന്നെ 1% ആൾക്കാർ ചെയ്തു. അവർ PSC പരീക്ഷ എന്തെന്ന് പോലും അറിയാത്തവരാ. കാര്യം കറക്കി കുത്തി ഏറെ ഒരു ഓപ്ഷൻ ചുമ്മാ എഴുതി. ആ 1% പേർക്ക് ഇത് ശരിയായിപ്പോയി. മക്കളെ, ചോദ്യം ഒരിക്കൽ കൂടി. 1, 5, 14 എക്സെട്ര എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേരെന്ത്? ഞാൻ ആദ്യം ഉത്തരം പറയാം, പിന്നെ എന്താണെന്ന് പറഞ്ഞുതരാം. സ്തൂപികാ സംഖ്യകൾ. മക്കളെ, ഇത്തരം സംഖ്യകൾക്ക് പറയുന്ന പേരാണ് സ്തൂപികാ സംഖ്യകൾ. ഇനി ഞാൻ വ്യക്തമാക്കി തരാം. നമ്മുടെ സംഖ്യകൾ, നമ്മുടെ ശ്രേണി നോക്കി. 1, 5, 14 എക്സെട്ര എന്നതാണ്. 1, 5, 14 എക്സെട്ര. നിങ്ങൾ ആദ്യം ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയ മക്കളെ. 1ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 4. 5ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം മക്കളെ, 5ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 9. ശരിയാ? എടാ, 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയറാ, 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയറാ. എങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ടേമായിട്ട് വരേണ്ടത് 5ന്റെ സ്ക്വയർ 25 കൂട്ടിയാലുള്ള സംഖ്യ അല്ലേ? 4ന്റെ സ്ക്വയറായ 16 കൂട്ടിയാൽ വരേണ്ട സംഖ്യയാണ് അടുത്ത് വരേണ്ടത് 30. ശരിയാണോ? അടുത്ത സംഖ്യ 30. ഇനി വീണ്ടും അടുത്തതായിട്ട് വരേണ്ടത് 5ന്റെ സ്ക്വയറായ 25 കൂട്ടിയാൽ 55. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ ഈ ശ്രേണി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് പറഞ്ഞുതരാം. സംഭവമൊന്നുമില്ല. എടാ, ശ്രേണികളിലെ സംഖ്യകളുടെ വ്യത്യാസം അഥവാ പദങ്ങളുടെ വ്യത്യാസം സ്ക്വയർ നമ്പറുകളായാൽ അത്തരം ശ്രേണികളെ വിളിക്കുന്ന പേരാണ് സ്തൂപികാ സംഖ്യകൾ. അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സ്തൂപികാ സംഖ്യകൾ. ഓക്കെ, അതായത് അവരുടെ വ്യത്യാസം മക്കളെ സ്ക്വയർ നമ്പറുകളാണെങ്കിൽ, അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് സ്ക്വയർ നമ്പറുകളാണെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സ്തൂപികാ സംഖ്യകൾ. ക്ലിയർ അല്ലേ? ഈ പറഞ്ഞത് മനസ്സിലായോ? അതായത് അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ നമ്പറുകളായിരിക്കണം, വർഗ്ഗസംഖ്യകളായിരിക്കണം. അത്തരം സംഖ്യകളെ വിളിക്കുന്നവരാണ് സ്തൂപികാ സംഖ്യകൾ. ക്ലിയർ? അപ്പം ഇത് പഠിക്കുമ്പം വളരെ വേഗത്തിൽ
ബാക്കി 3 പേരെ ഒന്ന് പറഞ്ഞുതരാം. മക്കളെ, സമചതുര സംഖ്യകൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം സ്തൂപികാ സംഖ്യകളാണ്. ഉത്തരം സ്തൂപികാ സംഖ്യകൾ. ഓക്കെ, എന്താണ് സമചതുരം? സമചതുരത്തിന്റെ ഇംഗ്ലീഷ് എന്തുവാ? സ്ക്വയർ. സ്ക്വയർ മക്കളെ, സ്ക്വയർ നമ്പർ അതാണിത്. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? എടാ, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഇങ്ങനെ പോകുന്ന സംഖ്യ ശ്രേണിയെ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സമചതുര സംഖ്യകൾ. ഓക്കെ, അപ്പം സ്തൂപികാ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തുവാ? വ്യത്യാസം സ്ക്വയറുകൾ വരുന്നവരാണ് സ്തൂപികാ സംഖ്യ. എടാ, അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ ആണെങ്കിൽ അതാണ് മക്കളെ സ്തൂപിക. ഓക്കെ, എന്നാൽ സ്ക്വയറുകളായിട്ട് ഇങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പറ. സ്ക്വയറുകളായിട്ട് ഇങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സമചതുര സംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ്. ഇനി എന്താണ് ത്രികോണ സംഖ്യ എന്ന് ചോദിച്ചാൽ മക്കളെ, 1ൽ തുടങ്ങും. ദാ ശേഷം 3, ശേഷം ദാ 6, ശേഷം ദാ 10. ഇങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്നവരാണ് ത്രികോണ സംഖ്യകൾ. അതായത് ഇവരുടെ വ്യത്യാസം ദാ 2, ദാ വ്യത്യാസം 3, 3ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 3, 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 10. ദാ ഇങ്ങനെ പോകുന്ന ശ്രേണികളെ വിളിക്കുന്നവരാണ് ത്രികോണ സംഖ്യകൾ. അതായത് 1ൽ തുടങ്ങി മക്കളെ, 1ൽ തുടങ്ങി. ദാ 1ൽ തുടങ്ങും. ശേഷം അതിൻ്റെ വ്യത്യാസം 2. 2 എന്ന് പറഞ്ഞാലേ നമ്മൾ ഡോട്ട് ഇട്ട് നോക്കി. ദാ ഡോട്ട് ഇടുമ്പം 1, ദാ 2, അടുത്തൊരു വ്യത്യാസം 3, ദാ വ്യത്യാസം 3, ദാ ഇങ്ങനെ. അടുത്തൊരു വ്യത്യാസം 6, സോറി, അടുത്ത വ്യത്യാസം 4ആണ്. ഇവിടുത്തെ വ്യത്യാസം 4ആണേ. ഇവിടുത്തെ വ്യത്യാസം 4. അപ്പോൾ 1, 2, 3, 4. ഇതാണ്ട് ഒരു ത്രികോണം പോലെ പോകത്തില്ലേ? ശരിയാണോ? അപ്പോൾ അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ മക്കളെ 5. അപ്പോൾ 1, 2, 3, 4, 5. അതായത് 1ൽ തുടങ്ങി ദാ ഇങ്ങനെ കറക്റ്റ് ത്രികോണം. അതായത് ദാ മക്കളെ വ്യത്യാസം 2, 3, 4, 5. നോക്ക് എടാ, വ്യത്യാസം 2, 3, 4, 5 എന്നിങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്നവരാണ് ത്രികോണ സംഖ്യകൾ. ത്രികോണ സംഖ്യകൾ. ക്ലിയർ ആണോ? ഈ പറഞ്ഞത് മനസ്സിലായോ? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? എങ്കിൽ അടുത്ത ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാൽ 15. ശരിയല്ലയോ? 1ൽ തുടങ്ങി, ശേഷം ദാ 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, പിന്നെ 5 കൂട്ടി. അങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്നവരാണ് ത്രികോണ സംഖ്യകൾ. ഇനി എന്താണ് ചതുർമുഖ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ എടാ, അതായത് കഴിഞ്ഞുപോയ എല്ലാ ത്രികോണ സംഖ്യകളുടെയും തുകകളായി എഴുതാൻ പറ്റുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ചതുർമുഖ സംഖ്യകൾ. ചതുർമുഖ സംഖ്യകൾ ഉദാഹരണം പറഞ്ഞാൽ എടാ, 1 ദാ 1, അതായത് ഫസ്റ്റ് നമ്പർ 1 തന്നെ. ശേഷം രണ്ടാമത്തെ ചതുർമുഖ സംഖ്യ എഴുതാൻ 1ഉം 2ഉമുള്ള ത്രികോണ സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ മതി. 1ഉം 3ഉം കൂട്ടിയാൽ മക്കളെ 4. മൂന്നാമത്തെ ചതുർമുഖ സംഖ്യ എഴുതാൻ ദാ 1 മുതൽ ദാ ആദ്യത്തെ 3 ത്രികോണ സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ മതി. 6, 3, 9, 1, 10. ഓക്കെ, നാലാമത്തെ ചതുർമുഖ സംഖ്യ എഴുതാൻ ആദ്യത്തെ 4 ത്രികോണ സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ മതി. 10, 6, 16, 16, 3, 19, 1, 20. ദാ 20. ഓക്കെ എടാ, അഞ്ചാമത്തെ ചതുർമുഖ സംഖ്യ എഴുതാൻ പറഞ്ഞാൽ ആദ്യത്തെ 5 ത്രികോണ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി. 20ഉം 15ഉം കൂട്ടിയ മക്കളെ 35. ദാ ഇങ്ങനെ പോകുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് മക്കളെ ദാ ചതുർമുഖ സംഖ്യകൾ. ചതുർമുഖ സംഖ്യകൾ. ചതുർമുഖ സംഖ്യകൾ. ഈ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. എടാ, ഒന്നുമില്ല, സ്ക്വയർ നമ്പർ എന്തായാലും നമുക്കറിയാം. 1, 4, 9, 16, 25 എന്ന് പോകുന്ന സംഖ്യകളാണ് എന്താ? സമചതുര സംഖ്യകൾ. ഇനി ആ സമചതുര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ നമ്പറുകൾ വ്യത്യാസമായി വന്നാൽ അതിനെ വിളിക്കുന്നവരാണ് സ്തൂപികാ സംഖ്യ. എടാ, 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സ്ക്വയർ നമ്പറുകളാണ് വരുന്നതെങ്കിൽ അവരെ വിളിക്കുന്നവരാണ് സ്തൂപികാ സംഖ്യ. ക്ലിയർ? ഇനി എന്താണ് ത്രികോണ സംഖ്യ എന്ന് ചോദിച്ചാൽ 1ൽ തുടങ്ങി 2 കൂട്ടി, 3 കൂട്ടി, 5 കൂട്ടി, 2 കൂട്ടി, 3 കൂട്ടി, 4 കൂട്ടി, 5 കൂട്ടി, 6 കൂട്ടി, അങ്ങനെ പോകുന്ന. എടാ, 1ൽ തുടങ്ങി, ശേഷം ദാ 2 കൂട്ടി, 3 കൂട്ടി, 4 കൂട്ടി, 5 കൂട്ടി, 6 കൂട്ടി, 7 കൂട്ടി, അങ്ങനെ പോകുന്നതാ ഇത്തരം സംഖ്യകളെ വിളിക്കുന്നവരാണ് മക്കളെ ത്രികോണ സംഖ്യ. ഇനി ത്രികോണ സംഖ്യകളുടെ തുകയായി എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് ചതുർമുഖ സംഖ്യ. ക്ലിയർ? 4ഉം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കാണുക. ഞാൻ ദാ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. 3 സംഖ്യകളുടെ തുക 572. ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. മൂന്നാമത്തേത് ഒന്നാമത്തേതിൻ്റെ 3ൽ 1ആണ്. എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നതിൽ ഏതാണ്? കണ്ടോ, 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ?
മക്കളെ ഒരു 3 സംഖ്യകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3 സംഖ്യകളെ കുറിച്ച്. ഓക്കെ, ഒരു 3 സംഖ്യകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3 സംഖ്യകളുടെ കൂട്ടിയാൽ 572 വരുമെന്ന്. ഇത് 3 കൂട്ടിയാൽ പിള്ളേരെ 572. ഇനി അവർ പറയുന്ന റിലേഷൻ കണ്ടോ, ഒന്നാമത്തേത് അതായത് ഇത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. രണ്ടാമത്തവൻ്റെ ഇവൻ്റെ ഇരട്ടിയാണ് ഇവനെന്ന്. അപ്പം ഞാൻ മക്കളെ ഇവനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ, തൽക്കാലം ഇവനെ ഞാൻ എക്സ് എന്ന് വിളിക്കുമോ? പറയുന്നുണ്ട് ഒന്നാമത്തേത് അതായത് ഇത് എന്താ രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ്. അപ്പം രണ്ടാമത്തവൻ ഇവനെ എക്സ് എന്ന് ഞാൻ വിളിച്ചു, രണ്ടാമത്തവനെ. അപ്പം രണ്ടാമത്തവൻ്റെ ഇരട്ടിയാണ് ഇവൻ ഒന്നാമത്തവൻ. അപ്പം 2x. ക്ലിയർ? ഇനി പറയുന്നു മൂന്നാമത്തേത് അതായത് ഇത് ഒന്നാമത്തേതിൻ്റെ 1/3. ഒന്നാമത്തേതിൻ്റെ ഇവൻ്റെ 1/3 മക്കളെ ഇത്. ഇവൻ്റെ അതായത് 2x-ൻ്റെ 3/1 ഇവനെന്ന്. അപ്പം 2x-ൻ്റെ 1 എന്ന് പറഞ്ഞാൽ 2x/3. ശരിയാണോ? 2x/3. അപ്പം മനസ്സിലായി, ഇവനെന്ന് പറഞ്ഞാൽ 2x/3. ക്ലിയർ? ഈ 3 സംഖ്യകളെടുത്ത് മനസ്സിലായോ? ഒന്നുമില്ല, ഒന്നാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തവൻ്റെ ഇരട്ടിയാണ്. രണ്ടാമത്തവനെ എക്സ് എന്ന് വിളിച്ചാൽ അതിൻ്റെ ഇരട്ടി 2x. ഇനി മൂന്നാമത്തേത് ഒന്നാമത്തതിൻ്റെ 1/3. ഒന്നാമത്തത് 2x, അതിൻ്റെ 1/3 എടുത്താൽ മക്കളെ 2x × 3/1 ചെയ്യുമ്പോൾ 2x/3 വരും. ഇനി പറയുന്നുണ്ട് ഇത് 3 കൂട്ടിയാൽ 572 വരുമെന്ന്. അപ്പം നമുക്ക് ഇത് 3 കൂട്ടാം. കൂട്ടുമ്പോൾ മക്കളെ 572 വരണം. ശരി, കൂട്ടുന്നത് എങ്ങനെ? നമുക്കറിയാം 2x ഒരു x കൂട്ടിയാൽ 3x അല്ലേ? 3x പ്ലസ് 2x/3 എന്ന് വരും. 2x ഒരു x കൂട്ടിക്കൂടെ? നമുക്കറിയാം 2x ഒരു x കൂട്ടിയാൽ 3x. 3x പ്ലസ് 2x/3 എന്ന് വരും. ഈക്വൽ ടു എത്ര? 572. ക്ലിയർ? ഇതിൻ്റെ താഴെ ഒന്നിട്ട് കൊടുത്താൽ മക്കളെ 1 3 3. ക്ലിയർ? ഇങ്ങനെ പറ. 3 × 3 എന്ന് പറഞ്ഞാൽ 9x. 9x പ്ലസ് ഇങ്ങനെ കുടിക്കുമ്പം 2x ഈക്വൽ ടു 572. ഓക്കെ ആണേ? 9x-ഉം 2x കൂട്ടിയാൽ 11x. 11x ഈക്വൽ ടു ഈ 3 നേരെ അപ്പുറത്തുണ്ടോ? ശരിയാണോ? അപ്പോൾ 572 × 11 വരും. സോറി, 3 വരും. നമുക്ക് എക്സിൻ്റെ മാത്രം വില കണ്ടുപിടിക്കാം. ഈ എക്സിൻ്റെ മാത്രം വില കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു 572 × 3/11 വരും. നമുക്ക് 11 കൊണ്ട് 572 വെട്ടാൻ പറ്റും. നോക്കാം. 11-നകത്ത് 11 ഒരു തവണ, 57-നകത്ത് 5 തവണ 55, ശിഷ്ടം 2 22-നകത്ത് 2 തവണ 52 × 3 വരും. 52 × 3 ചെയ്താൽ 3 2 6, 5 3 15, 156 വരും. മക്കളെ എക്സിൻ്റെ വില 156 കിട്ടും. നോക്ക്, എക്സിൻ്റെ വില 156 വരുന്നു. എക്സിൻ്റെ വില 156 എന്ന് പറഞ്ഞാൽ നടുക്കത്തെ പദം 156 കിട്ടി. അങ്ങനെ ഒരു പദം തന്നിട്ടുണ്ടോ ഓപ്ഷനിൽ? ഇല്ല. അവർ പറയുന്നത് എങ്കിൽ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പം നടുക്കത്തെ പദം കിട്ടി മക്കളെ എക്സ് 156. ഓക്കെ അല്ലേ? നടുക്കത്തെ പദം കിട്ടി എക്സാ 156. നമുക്ക് ആദ്യ പദം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2x. 2x എന്ന് പറഞ്ഞാൽ എന്തായാലും 2 × 156. 2 × 156 എന്ന് പറഞ്ഞാൽ 312 എന്ന് വരും. 312 അതും ഓപ്ഷനിലില്ല. ശരി, നമുക്ക് മൂന്നാമത്തെ പദം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അത് 2x/3. 2x/3. അപ്പോൾ 2 × 156/3 ചെയ്യാം. 3-നകത്ത് 3 ഒരു തവണ, 15-നകത്ത് 5 വട്ടം, 6-നകത്ത് 2 തവണ, 52 × 2 എന്ന് പറഞ്ഞാൽ മക്കളെ 104. 104 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. പദങ്ങൾ 156, 312, 104. ഏതാ ഓപ്ഷനിലുള്ളത്? 104. ഓപ്ഷൻ ഡി 104. പറഞ്ഞിട്ട് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇപ്പോൾ എളുപ്പമല്ലയോ? അപ്പം ഞാൻ അടുത്ത ചോദ്യത്തോട്ട് നീങ്ങുക. എ ബി സി എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും ബി സി എന്നിവർ സഹായിച്ചാൽ, ബി സി വന്നാരെ എയെ സഹായിക്കാൻ പോവാം 3-ാമത്തെ ദിവസം, എങ്കിൽ എയ്ക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ കഴിയും? അടിപൊളി ചോദ്യമാണ്. വർക്ക് ആൻഡ് ടൈമിലെ നല്ലൊരു ചോദ്യമാണ്. നോക്കാം. എ ബി സി എന്നിവർക്ക് നോക്കാം മക്കളെ. എയ്ക്കൊരു ജോലി 20 ദിവസം കൊണ്ടും, ബിക്ക് അതേ ജോലി 30 ദിവസം കൊണ്ടും, സിക്ക് അതേ ജോലി 60 ദിവസം കൊണ്ടും പൂർത്തിയാക്കാൻ കഴിയും.
എങ്കിൽ മക്കളെ ഇവിടുത്തെ ആകെ ജോലി എത്ര എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താ? നമുക്കറിയാം, LCM എടുത്താൽ മതി. എടാ ഇവിടുത്തെ LCM എടുത്താൽ മതി, ശരിയാണോ? അപ്പോൾ LCM എടുക്കുമ്പം വലിയ സംഖ്യ 60. എടാ വലിയ സംഖ്യ ഇവിടുത്തെ ആകെ ജോലി കണ്ടുപിടിക്കാൻ LCM എടുക്കാൻ പോവാനേ. വലിയ സംഖ്യ 60. 20 കൊണ്ടും ഹരിക്കാൻ പറ്റും 60-നെ, 30 കൊണ്ടും ഹരിക്കാൻ പറ്റും 60-നെ. എങ്കിൽ നമ്മുടെ LCM മക്കളെ 60. അതായത് ഇവിടുത്തെ ആകെ ജോലി 60. ക്ലിയർ? ഇനി നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പോവാം ഓരോരുത്തരുടെയും. അതിന് യഥാർത്ഥത്തിൽ വർക്കിനെ ഈ ടൈം കൊണ്ട് ഹരിക്കുമ്പോഴാണ് എഫിഷ്യൻസി കിട്ടുന്നത്. നമ്മൾ അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. 20 60 ആവാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട്. യഥാർത്ഥത്തിൽ ഈ 60-നെ 20 കൊണ്ട് ഹരിച്ച് ചെയ്ത്. ശരി, ദാ എയുടെ എഫിഷ്യൻസി 3. 30 60 ആവാൻ മക്കളെ 2 കൊണ്ട് ഗുണിക്കണം. ബിയുടെ എഫിഷ്യൻസി 2. 60 60 ആവാൻ 1 കൊണ്ട് ഗുണിക്കണം. സിയുടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ എയുടെ കഴിവ് 3, ബിയുടെ കഴിവ് 2, സിയുടെ കഴിവ് 1. എയുടെ കഴിവ് 3, ബിയുടെ കഴിവ് 2, സിയുടെ കഴിവ് 1. ഇത് ക്ലിയർ ആണോ? ശരി, ഇനി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ. എയുടെ കഴിവ് 3 എന്ന് പറയുമ്പം മക്കളെ അതിൻ്റെ അർത്ഥം എയ്ക്ക് ഇവിടെ ദിവസം വെച്ചാൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ജോലികളുടെ എണ്ണം 3. എടാ എ ഒരു ദിവസം ചെയ്യുന്ന ജോലികളുടെ എണ്ണം 3. എ ഒരു ദിവസം ചെയ്യുന്ന ജോലികളുടെ എണ്ണം 3. ബിയുടെ കഴിവ് 2 എന്ന് പറഞ്ഞാൽ അവൻ്റെ എഫിഷ്യൻസി 2 മക്കളെ. അവന് മാക്സിമം 2 എഫിഷ്യൻസിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ജോലി 2 ഉള്ളൂ. അവനെ ഒരു ദിവസം മൊത്തം ഞാൻ പണിക്കിട്ടാലും അവൻ ആകെപ്പാടെ 2 ജോലിയെ ചെയ്യാൻ പറ്റത്തുള്ളടാ. സിയുടെ കഴിവ് 1 എന്ന് പറഞ്ഞാൽ മക്കളെ സി ഒരു ദിവസം ഞാൻ ജോലിക്കിട്ടാൽ സിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി 1. ക്ലിയർ ആണോ? എയ്ക്ക് കഴിവ് 3 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം മൊത്തം കിടന്ന് മടച്ചാലും എയ്ക്ക് 3 ജോലിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ ബിക്ക് 2 കഴിവ് എങ്കിൽ ബി ഒരു ദിവസം മൊത്തം കിടന്ന് മടച്ചാലും ബിക്ക് 2 ജോലിയെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ്റെ കഴിവ് 2 അതേ ഉള്ളൂ. എടാ സിക്ക് മാക്സിമം എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ അവനെ ഒരു ദിവസം മൊത്തം ഞാൻ പണിക്കിട്ടാലും ഒരു ജോലി കൂടുതൽ അവന് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവൻ്റെ പരമാവധി കഴിവ് വെച്ചാൽ ജോലി ചെയ്യുന്നത്. ഒരു കഴിവ്. ക്ലിയർ? ശരി, ഇനി പറയുന്നത് മക്കളെ, എടാ ഓരോ 3-ാം ദിവസവും ബി സി എന്നിവർ സഹായിച്ചാൽ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും ബിയും സിയും എയെ സഹായിക്കുന്നില്ല. അത് മനസ്സിലാക്കുക. 3-ാമത്തെ ദിവസം മാത്രമാണ് ബിയും സിയും വന്ന് സഹായിക്കുന്നത്. അപ്പം മനസ്സിലായി. എടാ 1-ാമത്തെ ദിവസം എ ഒറ്റയ്ക്ക് പണിഞ്ഞാൽ എത്ര ജോലി തീരും? 1-ാമത്തെ ദിവസം എ ഒറ്റയ്ക്ക് പണിഞ്ഞാൽ 3 ജോലി തീരും. കാര്യം എയുടെ കഴിവ് 1 മക്കളെ. എയുടെ കഴിവ് 1. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ശരി, 2-ാമത്തെ ദിവസം എടാ 2-ാമത്തെ ദിവസവും എ മാത്രമേ ഉള്ളൂ. അന്നും 3 ജോലി തീരും. കാര്യം എയുടെ കഴിവ് 3. ശരിയാണോ? അപ്പോൾ 2 ദിവസം കഴിഞ്ഞു പോയേ, 2 ദിവസം കടന്നു പോയേ. 3-ാമത്തെ ദിവസം എന്തോ സംഭവിക്കാൻ പോകുന്നത്? എയുടെ കൂടെ ബിയും വരും, സിയും വരും. അപ്പോൾ നമുക്കറിയാം എ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 3 ജോലി ചെയ്യും. ബി ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 2 ജോലി ചെയ്യും. സി ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 1 ജോലി ചെയ്യും. അപ്പം 3 പേരും ആ 3-ാമത്തെ ദിവസം പണി ചെയ്യുമ്പം 3 × 2 5 1 6. എങ്കിൽ 3-ാമത്തെ ദിവസം മക്കളെ 6 ജോലി തീരും. എടാ 3-ാമത്തെ ദിവസം മാത്രം മക്കളെ 6 ജോലി തീരും. ഇത് മനസ്സിലായോ? 3-ാമത്തെ ദിവസം മാത്രം 6 ജോലി തീരും. ഇത് പിടികിട്ടിയോ? അങ്ങനെ 60 വരെയൊക്കെ എഴുതാൻ ഇച്ചിരി പാടല്ലയോ? അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുക. അപ്പോൾ എത്ര? ഇത് 1-ാമത്തെ ദിവസം, ഇത് 2-ാമത്തെ ദിവസം തീർന്ന ജോലി, ഇത് 3-ാമത്തെ ദിവസം തീർന്ന ജോലി. എങ്കിൽ 3 ദിവസം ആയപ്പോഴത്തേക്കും മക്കളെ എല്ലാവരും പണിക്കിറങ്ങി. അപ്പോൾ എ വന്നു, ബി വന്നു, സി വന്നു, എല്ലാവരും ആയി. ഒരു റേഷ്യോ എടുക്കാൻ വേണ്ടി പോവുക. അപ്പം പറ, എല്ലാവരും പണിക്കിറങ്ങിയ ഒരു സെറ്റ് ദിവസം ഞാൻ എടുത്ത് 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം. അപ്പം 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എയും ബിയും സിയും എല്ലാവരും പണിക്ക് വന്നുകൂടെ? അപ്പം 3 ദിവസം കൊണ്ട് മക്കളെ 3 3 6 6 12 ജോലി തീർന്നു. ഇത് ഓക്കെ ആണോ? എത്ര ദിവസം കൊണ്ടാ? എടാ 3 ദിവസം കൊണ്ട് മക്കളെ 3 ദിവസം കൊണ്ട് 12 ജോലി തീർന്നു. 12 ജോലി 3 ദിവസം കൊണ്ട് എടാ 12 ജോലി തീർന്നു. 3 ദിവസം കൊണ്ട്. ക്ലിയർ? എങ്കിൽ ഇവിടെ മൊത്തം എത്ര ജോലിയുണ്ട്? 60 ജോലി. എങ്കിൽ നമ്മുടെ ചോദ്യം, എങ്കിൽ ഇവരിങ്ങനെ വന്ന് സഹായിച്ചാൽ എ എത്ര ദിവസത്തിനുള്ളിൽ ആ ജോലി പൂർത്തിയാക്കുമെന്ന്. എടാ അങ്ങനെ 3 ദിവസമാകുമ്പം 12 ജോലി തീരും. മക്കളെ വീണ്ടും അടുത്ത 3 ദിവസമാകുമ്പം 12 ജോലി തീരത്തില്ലയോ? വീണ്ടും അടുത്ത 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും തീരും 12 ജോലി. വീണ്ടും അടുത്ത 3 ദിവസം കഴിയുമ്പോൾ അന്നും തീരും 12 ജോലി. അതായത് നമുക്ക് മൊത്തം 60 ജോലി തീർക്കണം. 60 ജോലി. ശരിയാണോ? എടാ എങ്കിൽ 60 ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നല്ലേ ചോദ്യം? ഒന്നാലോചിച്ച് നോക്ക്. 3 ദിവസം കഴിയുമ്പം 12 ജോലി തീരും. വീണ്ടും അടുത്ത ടേൺ ഇങ്ങനെ തന്നെ. വീണ്ടും 3 ദിവസം കഴിയുമ്പോൾ അന്നും തീരും 12 ജോലി. വീണ്ടും അടുത്ത ടേൺ ആകുമ്പം വീണ്ടും 3 ദിവസം കഴിയുമ്പോൾ അന്നും 12 ജോലി. ശരിയല്ലയോ? എങ്കിൽ 60 ജോലി തീരാൻ എത്ര ദിവസം വേണമെന്നറിയാൻ അതായത് ഇതിനെ ക്രോസ് ഗുണിച്ചാൽ മതി. 2 സംഖ്യ എവിടെ വരുന്നു? അത് മുകളിൽ പറ. 3 × 60 ഡിവൈഡഡ് ബൈ 12.
വെട്ടാം. 12-നകത്ത് 12 ഒരു തവണ, 60-നകത്ത് 5 തവണ, 5 3 15. എങ്കിൽ ദാ ഇങ്ങനെ ബിയും സിയും വന്ന് എയെ സഹായിച്ചാൽ ഈ ജോലി തീർക്കാൻ 15 ദിവസം വേണ്ടി വരും. ഓപ്ഷൻ ബി. സൂപ്പർ ചോദ്യമല്ലയോ? അടിപൊളി ചോദ്യമോ? എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ചെയ്യുമെന്ന്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പറയില്ല, എന്നാൽ ആരും ചെയ്യത്തില്ല എന്നും പറയുന്നില്ല. കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റും. ഒരു ആവറേജിനേക്കാൾ കുറച്ചുകൂടെ നല്ല ചോദ്യമോ? ക്ലിയർ അല്ലയോ? ശരി, ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു, എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത്. 3/4, 1 and 1/2, 2 and 1/4 എന്ന ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അടിപൊളി ചോദ്യം. ഒന്നുകൂടെ. 3/4. ഓക്കെ, ഞാൻ ഇവന്മാരെ അങ്ങ് മാറ്റി എഴുതും. മിശ്ര ഭിന്നത്തിൽ നിന്ന് വിഷമ ഭിന്നത്തിലോട്ടങ്ങ് മാറ്റുവാണേ. 1 and 1/2 നമുക്കറിയാം, 2 താഴെ തന്നെ എഴുതും. 1 2 2, 2 1 3, 3/4 എന്ന് വരും. ഓക്കെ, ഇവനെ ഞാൻ മിശ്ര ഭിന്നത്തിലേക്ക് കിടക്കുന്നത്, ഞാൻ അങ്ങ് വിഷമ ഭിന്നത്തിലാക്കുക. മക്കളെ, വിഷമ ഭിന്നം ഇംപ്രോപ്പറിലോട്ട് മാറ്റുമോ? അപ്പം 4 താഴെ തന്നെ, 4. എടാ ഈ 4 താഴെ തന്നെ ശരിയാണോ? ഇങ്ങനെ കുണിക്കുമ്പോൾ 4 2 8, അതിനോടൊന്ന് കൂട്ടുമ്പോൾ 9. അപ്പോൾ എന്ത് വരും? 9 മേളി വരും. ക്ലിയർ? ഇത് ഓക്കെ ആണോ? എടാ ഈ ശ്രേണി എന്ന് പറഞ്ഞാൽ 3/4, 3/2, 9/4 എന്ന ക്രമത്തിലാണ് പോകുന്നത്. ഒന്നുകൂടെ, 3/4, 3/2, 9/4 എന്ന ക്രമത്തിലാണ് പോകുന്നത്. എങ്കിൽ ഈ ശ്രേണിയിലെ പദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? കണ്ടോ, അടിപൊളി ചോദ്യമോ? സൂപ്പർ ചോദ്യമോ? ഇതൊന്നും അങ്ങനെ ഒരു ഡിഗ്രി നിലവാരത്തിൽ വരെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമോ? അതാണ് WCPO പരീക്ഷ ചോദിച്ചത്. മക്കളെ, ഇങ്ങനെ പോകുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ശ്രേണിയെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാം. ഇവിടെ ബേസ് 4 എന്ന് പറഞ്ഞാൽ ചേരം 4, ഇവിടെയും ഡിനോമിനേറ്റർ അഥവാ ചേരം 4. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 4നെ കൊണ്ടുവന്ന് കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ മക്കളെ ഡിനോമിനേറ്റർ 4, ഇവിടെയും ഡിനോമിനേറ്റർ 4. ഈ 2നെ 4 ആക്കിക്കൂടെ? ഈ 2നെ 4 ആക്കാം. എങ്ങനെ ആക്കാം? താഴെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആക്കാം. നമുക്കറിയാം, താഴെ ഗുണിക്കുമ്പം വില മാറാതിരിക്കാൻ മുകളിലും ഗുണിക്കണം. ശരി, ഞാനൊന്നുകൂടെ ഗുണിക്കുമോ? അപ്പം 3/4നെ മാറ്റണ്ടല്ലോ, അവനെ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ 4 ആക്കാൻ നമുക്ക് 2 കൊണ്ട് ഗുണിക്കണം. അപ്പം മേളിലും താഴെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുമോ? ഗുണിക്കുമ്പോൾ മക്കളെ, മേളിൽ ഗുണിക്കുമ്പോൾ 6, താഴെ ഗുണിക്കുമ്പോൾ 4. അപ്പം 3/2 എന്നുള്ളത് എന്തായിട്ട് മാറി? 6/4 ആയിട്ട് മാറി. ഇവിടെ മക്കളെ 9/4 തന്നെ. അപ്പം നിങ്ങൾ നോക്ക്, ഈ ശ്രേണിയിലെ പദങ്ങൾ പോകുന്നത് കണ്ടോ? 3/4, 6/4, 9/4. ഈ മീറ്റർ പിടിക്ക്, ഈ സെയിം മീറ്റർ പിടിക്ക്. എടാ 3/4, 6/4, 9/4, ഉറപ്പായിട്ടും അടുത്തത് 12/4, ഉറപ്പായിട്ടും അടുത്തത് 15/4, ഉറപ്പായിട്ടും അടുത്തത് 18/4. ദാ ഈ ഒരു മീറ്ററിലേക്ക് പോകുന്നേ മക്കളെ, ഈ ഒരു മീറ്ററിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ എടാ 3ന്റെ ഗുണിതങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 3, 6, 9, 12, 15, 18 എന്നിങ്ങനെയാണ് വരുന്നത്. അതിൽ നമുക്കറിയാം ദാ ഇവിടെ 12/4 എന്ന് പറഞ്ഞാൽ മക്കളെ 3 വരും. ഓക്കെ, പിന്നെത്ര? 20/4, 20/4 എന്ന് പറഞ്ഞാൽ മക്കളെ 5 വരും. 20/4 എന്ന് പറഞ്ഞാൽ 5 വരും. അടുത്തത് അങ്ങോട്ട് പോയി എത്ര? 12/4, 3 5. അടുത്ത മക്കളെ എത്ര? 3 വരും, 5 വരും. അടുത്ത ഉറപ്പായിട്ടും 7 വരാമല്ലോ, 7 വരാം. എത്ര? 18 കഴിഞ്ഞാൽ അടുത്തത് 21/4 വരും. അടുത്തത് 24/4 വരും അല്ലേ? 24/4 എന്ന് പറഞ്ഞാൽ 6 വരും. അപ്പം 3 5 6. അടുത്തത് മക്കളെ 28/4, 27/4, സോറി 27/4, 27/4 ഇല്ല, മിശ്രഭിന്നം വരും. അടുത്തത് 32/4, സോറി 30/4 അല്ലേ? 30/4. അടുത്തത് അങ്ങനെ പോകുമ്പം മക്കളെ ഇതിനകത്തിൽ ആരൊക്കെ വരും? എന്തായാലും 3 വരുന്നുണ്ട്. എടാ 6 വരുന്നുണ്ട്. 5-നകത്ത് ഓപ്ഷനകത്ത് ഇല്ല. അടുത്തത് മക്കളെ 33/4 എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. 36/4 എന്ന് പറഞ്ഞാൽ 9. 36/4 9. അപ്പം 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 6 വരില്ല. സോറി 4 വരില്ല, 6 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 4 വരില്ല. ഇതിനകത്തിൽ 4 വരുന്നില്ല. ഇവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും, എടാ 3 കഴിഞ്ഞാൽ പിന്നെ 5. പിന്നെ അങ്ങോട്ട് ചെയ്യണ്ട. 3 കഴിഞ്ഞാൽ മക്കളെ പിന്നെ 5. ഇവിടെ കൊണ്ട് നിർത്താമായിരുന്നു, ഞാൻ നിർത്താഞ്ഞേ.
എടാ 3 കഴിഞ്ഞാൽ പിന്നെ 5 വരുന്നുള്ളൂ, 4 വരുന്നില്ല. അപ്പം തന്നെ മനസ്സിലായി 4 വരത്തില്ലെന്ന്. ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നൊന്നും ഇല്ല. ഇവിടെ എത്ര? നമുക്കറിയാം 18 കഴിഞ്ഞാൽ പിന്നെ 18 കഴിഞ്ഞാൽ 21 അല്ലേ? 21. 18 കഴിഞ്ഞാൽ 21. അപ്പോൾ 5 വരുന്നില്ല, 5 വരുന്നില്ല. ഓക്കെ, 5 വരുന്നില്ല. പിന്നെ 6 വരത്തുള്ളൂ. എടാ 3 കഴിഞ്ഞാൽ പിന്നെ 6 വരുന്നുള്ളെങ്കിൽ, ക്ഷമിക്കുക, 3 കഴിഞ്ഞാൽ പിന്നെ 6 വരുന്നുള്ളെങ്കിൽ നമുക്കറിയാം 24/4 എന്ന് പറഞ്ഞാൽ 6. അപ്പം 3 കഴിഞ്ഞാൽ 6 വരുന്നുള്ളെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള 5 വരത്തില്ല, 6 വരത്തില്ല. 4 വരത്തില്ല, 5 വരത്തില്ല. 4 വരത്തില്ല, 5 വരത്തില്ല. 4 ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പം തന്നെ 4നെ വെട്ടിക്കളയാം. കാര്യം 4 വരത്തില്ല, 4 വരത്തില്ല. ശരിയാണോ? എടാ 3 കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു എണ്ണൽ സംഖ്യാ പദം എന്ന് പറഞ്ഞാൽ 6 വരുന്നുള്ളൂ. 24/4 ചെയ്യുമ്പോൾ 6 വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന 5 എന്ന ടൈം വരത്തില്ല, 4 എന്ന ടൈമും വരത്തില്ല. 4ഉം വരത്തില്ല, 5ഉം വരത്തില്ല. 4ഓ 5ഓ ഓപ്ഷനിലുണ്ടോ? 4 ഉണ്ട്, 5 തന്നിട്ടില്ല. അപ്പോൾ തന്നെ മനസ്സിലായി 4 നമ്മുടെ ശരി ഉത്തരം. 4 എന്ന സംഖ്യ ഓപ്ഷനിലുണ്ട്. 4 ഈ ശ്രേണിക്കകത്തിൽ വരില്ല. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, ബാക്കി 6, 9 ഒക്കെ പറ്റും. അവർ ചോദിച്ചിരിക്കുന്ന പറ്റാത്തതാരെന്ന് ഒരാളെ ഉള്ളൂ, 4. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് പിടികിട്ടിയോ? നല്ല ചോദ്യം, അടിപൊളി ചോദ്യമായിരുന്നു. ശരിതാ, അടുത്ത ചോദ്യത്തിലോട്ട്. 17/7.5 ഡിവൈഡഡ് ബൈ 17/3.5 ഇൻറ്റു 17/4.5 ഈക്വൽ ടു 17 ഇതാണ് ചോദ്യം. ആ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ നമുക്കറിയാം. ഇത് a/m ഡിവൈഡഡ് ബൈ a/n എന്നാണ്. a/m ഡിവൈഡഡ് ബൈ a/n നമ്മൾ എങ്ങനെ എഴുതും? a/m/n. മക്കളെ a/m/n, ഇവന്മാരെ മാത്രം നമുക്ക് a/m ഡിവൈഡഡ് ബൈ a/n. നമുക്കറിയാം a/m-n. ഒന്നുകൂടെ, ഇത് a/m ഡിവൈഡഡ് ബൈ a/n എന്നാണ്. നമ്മൾ എഴുതും a/m-n ആണോ? എങ്കിൽ ഇവരെ മാത്രം ഞാനൊന്ന് മാറ്റി എഴുതുക. 17/m-, അതായത് 7.5 മൈനസ് 3.5. ബാക്കി അങ്ങനെ തന്നെ എഴുതുക. 17/4.5 ഈക്വൽ ടു 17/x. x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കുറയ്ക്കുമ്പോൾ മക്കളെ 17/0.5 0. 7 ബാക്കി എത്ര? 4 വരും. ഓക്കെ, 17/4 വരും. ഇൻറ്റു 17/4.5 ഈക്വൽ ടു 17/x. ഇനി നമുക്കറിയാം ഈ സാധനം a/m ഇൻറ്റു a/n എന്നാണ്. a/m പ്ലസ് n എന്ന് എഴുതണം. a/m പ്ലസ് n 17/4 പ്ലസ് 4.5 എന്ന് പറഞ്ഞാൽ 8.5 ഈക്വൽ ടു 17/x. രണ്ടിടത്തും ഒരേ ബേസാ, വെട്ടാം. 17ഉം 17ഉം വെട്ടി. എക്സ് ഈക്വൽ ടു മക്കളെ 8.5. എടാ ബേസ് തുല്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പവർ തുല്യമായിക്കോളും. ബേസ് രണ്ടിടത്ത് ഒന്നാണെങ്കിൽ പവറും തുല്യമാണ് മക്കളെ, ഒന്ന് തന്നെയാണ്. എക്സ് ഈക്വൽ ടു 8.5, ഓപ്ഷൻ ഡി. ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ബേസ് ചോദ്യമാണെന്ന് പറയാം അല്ലേ? ഇതെല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു ചോദ്യമായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം പരിശോധിക്കാം. ഓരോ വർഷവും 15% വീതം ഈ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. മക്കളെ, ഓരോ വർഷവും 15% വീതം ഈ വേസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഇലക്ട്രോണിക് വേസ്റ്റ്. 2020 ഏകദേശം 20 കോടി ടൺ ഈ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. എങ്കിൽ 2024 ആകുമ്പോൾ എത്ര ടൺ ഈ വേസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത? അപ്പോൾ ഇത് കാണുമ്പോൾ 20 കോടി ടണ്ണൊക്കെ എഴുതാൻ ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ എന്നൊക്കെ പറയും. വേണ്ട, എഴുതണ്ട. 20 കോടി ടണ്ണൊന്നും നിങ്ങൾ എഴുതാൻ പോകണ്ട. 20 കോടി ടൺ. എടാ നമ്മൾ അതിനെ 20 തന്നെ എഴുതുക. നമ്മൾ അതിനെ 20 കോടി ടൺ എന്ന് മനസ്സിലങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ ഒരു 25 എന്ന് എഴുതിയാൽ 25 കോടി ടൺ. ഞാനൊരു 50 എന്ന് എഴുതിയാൽ 50 കോടി ടൺ. 100 എന്ന് എഴുതിയാൽ 100 കോടി ടൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുക. എടാ 20 കോടി ടൺ ഉണ്ടായിരുന്നു. 20 കോടി ടൺ വേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്കിൽ 2020 എങ്കിൽ 2024 അവസാനിക്കുമ്പോൾ എത്ര ഈ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്? 2024. ഓക്കെ, അപ്പോൾ 2024 തീരുമ്പോഴാണ്, 2024 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ മക്കളെ 4 വർഷത്തെ കണക്കാണ്. 2020 അവസാനിക്കുമ്പോൾ ഇത്. എങ്കിൽ 2021 അവസാനിക്കുമ്പോൾ എത്ര എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം മക്കളെ 15% വർദ്ധിക്കുന്നത്. അപ്പോൾ 20ന്റെ 100ൽ 115. ഓക്കെ, അപ്പം ഇത് 2020 അവസാനിച്ചപ്പം ശരി, അടുത്ത വർഷമാകുമ്പോൾ ഒരു 15% വർദ്ധിക്കും. അപ്പം 100ൽ 115 വർദ്ധിച്ചത്. കുറയുമായിരുന്നെങ്കിൽ 100ൽ
85, 15 കുറച്ചിട്ട് 85 ഇവിടെ വർദ്ധിച്ചേര്, അതുകൊണ്ട് 100ൽ 115. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അപ്പം 2021 അവസാനിച്ചപ്പം പഴയ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 15% വർദ്ധിച്ച് 100ൽ 115 ശരി. 2022 തീരുമ്പം മക്കളെ 2020, 2021, 2022 ആകുമ്പം 100ൽ വീണ്ടും മക്കളെ 115. കുറച്ച് പേര് ചോദിക്കും, എടാ 115 ആയില്ലേ, വീണ്ടും ഒരു 15 കൊണ്ടുമ്പോൾ 130 അല്ലയോ എന്ന്. അല്ല, പിന്നെ ഇതാണ് മക്കളെ നമ്മുടെ 100%. എടാ ഒരു വർഷം വർദ്ധിച്ചാൽ ഇതായി, പിന്നെ അതിൻ്റെയാണ് 15% വീണ്ടും വർദ്ധിക്കുന്നത്. ഓക്കെ, കാര്യം എടാ 15% വർദ്ധിച്ചപ്പം അതുകൂടെ ഇലക്ട്രോണിക് ആയില്ലയോ, പിന്നെ അതിൻ്റെ മൊത്തത്തിൽ 15% അല്ലേ വീണ്ടും അടുത്ത വർഷം വേസ്റ്റ് വരുന്നത്, ശരിയില്ലയോ? അപ്പം 2020, 21, 22 ശരി. 23 കണ്ടുപിടിക്കാൻ വീണ്ടും മക്കളെ ഇതിൻ്റെ 100ൽ 115. ഓക്കെ, 2020, 21, 22, 23, അപ്പോൾ 24 ആവാൻ 100ൽ വീണ്ടും 115. ഓക്കെ, ഇതാണ് 2024 ആകുമ്പോൾ ഉള്ള ഈ വേസ്റ്റ്. വെട്ടാം, 0 0 വെട്ടാം. ഇനി മക്കളേതാ വെട്ടുമ്പം 2-നകത്ത് 2 ഒരു തവണ, 10-നകത്ത് 2 5 തവണ, 5-നകത്ത് 5 ഒരു തവണ, 11-നകത്ത് 5 2 5 10, ശിഷ്ടം 15-നകത്ത് 3 വെട്ടാം. ഓക്കെ, അപ്പം മനസ്സിലായി. 100-നകത്ത് 5 കൊണ്ട് വെട്ടാം, 5 കൊണ്ട്. ഇവിടെ 20, ഇവിടെ ഇവിടെ വെട്ടിയതാ 115-ന് 5 കൊണ്ട് വെട്ടിയപ്പോൾ 23 കിട്ടിയതാ. അപ്പോൾ ഇവിടെ മക്കളെ 20, ഇവിടെ 23, ഇവിടെ മക്കളെ 20, ഇവിടെ 23. അപ്പോൾ എന്ത് വരും? 23 ഇൻറ്റു 23 മുകളിൽ ഇൻറ്റു 23 ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ താഴെ 20 ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് വരും. മക്കളെ ഇത് ക്രിയ ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ശരി ഉത്തരം. നിങ്ങൾ ഗുണിക്കുക, ശേഷം 20 ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8000. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 3 0 8000 വരും. 8000. അപ്പം നിങ്ങൾ ഈ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയെ 8000 കൊണ്ട് ഹരിക്കണം. മക്കളെ ഇവിടെ ഇപ്പം ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇത് ചെയ്താൽ കിട്ടുന്നത് മക്കളെ 34.981225. ഓക്കെ, അപ്പം അവർ കറക്റ്റ് ചെയ്തിരിക്കുന്നു 34.98. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, കുറേ അധികം നമ്മുടെ സമയം കളയുന്നൊരു ചോദ്യമായിരുന്നു. നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം. ക്ലിയർ ആണേ? ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൽ വികർണം വൃത്തത്തിൻ്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? നല്ല അറിയോ? ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൽ മക്കളെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരമുണ്ട്. അതിൻ്റെ വികർണം ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണെന്ന് പറയുന്നു. ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. നോക്കിയ മക്കളെ, എടാ ഒരു സമചതുരമുണ്ട്, ഇതാണ് ഒരു സമചതുരം. ഇതിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു. ഒരു വശം 2 സെൻറ്റിമീറ്റർ. ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയ സമചതുരത്തിൽ ഒരു വികർണം ഉണ്ട് മക്കളെ. വികർണം ഇതാണ് വികർണം. വികർണം വൃത്തത്തിൻ്റെ വ്യാസമാണെന്ന് കണ്ടോ. ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ് ആ വികർണം, ശരിയല്ലേ? ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ് ആ വികർണം, ശരിയല്ലേ? എങ്കിൽ ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുന്ന സമവാക്യം 2πr. 2πr. എടാ 2πr ആണ് നമ്മുടെ വൃത്തത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ ചുറ്റളവ് കാണണമെങ്കിൽ മക്കളെ 2 വേണം. പൈയുടെ വില കൊടുക്കണ്ട എന്ന ഓപ്ഷനിൽ നിന്ന് മനസ്സിലായ കാര്യം. ഉത്തരത്തിനോടൊപ്പം പൈ കൊടുത്തിട്ടുണ്ട്. അപ്പം പൈയുടെ വില പൈ എന്ന് തന്നെ കൊടുത്താൽ മതി. പിന്നെ ആരം കിട്ടണം, ആരം കണ്ടുപിടിക്കണം. അതിന് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ ഇങ്ങനെയാണ്. ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 2 എന്ന് പറയുന്നു. മക്കളെ ഇത് 2 ആണെങ്കിൽ സമചതുരമല്ലേ, ഇവിടെയും 2 ആയിരിക്കും. അതിന് തർക്കമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ എടാ സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ വികർണം മക്കളെ a√2 ആയിരിക്കും. എടാ അതിൻ്റെ വികർണം എന്ന് പറയുന്നത് a√2 ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ പൈതഗോറസ് സിദ്ധാന്തം വെച്ച് വേണേൽ ചെയ്ത് നോക്കിക്കൂ. ഒരു മട്ടത്രികോണം അല്ലേ ഇത്, ഒരു മട്ടത്രികോണം. മട്ടത്രികോണത്തിൻ്റെ പാദവും അറിയാം, ലംബവും അറിയാം. എങ്കിൽ കർണം കാണുന്നത് എങ്ങനെയാ? √, പാദവർഗം പ്ലസ് ലംബവർഗം. അങ്ങനെ ചെയ്യുമ്പോഴും മക്കളെ ഇത് കിട്ടുന്നത് a√2 ആണ്. അതായത് വശം എത്രയാണോ അതിനോടൊപ്പം √2 ഗുണിക്കുന്നതാണ് എപ്പോഴും ഇതിൻ്റെ വികർണം. ഒരു സമചതുരത്തിൻ്റെ വശം എ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ വികർണം a√2. ഒരു സമചതുരത്തിൻ്റെ വശം എ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ വികർണം a√2. എങ്കിൽ സമചതുരത്തിൻ്റെ ഇവിടുത്തെ വശം 2, അതിൻ്റെ വികർണം മക്കളെ 2√2.
എടാ വികരണം 2√2 ഇത് മനസ്സിലായോ? അതായത് ഇതിൻ്റെ മൊത്തം നീളം മക്കളെ 2√2, ഇതിൻ്റെ മൊത്തം നീളം മക്കളെ 2√2. ക്ലിയർ? എങ്കിൽ നമുക്കറിയാം ഈ വികരണം എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ വ്യാസം എങ്കിൽ നമുക്കറിയാം ഡയമീറ്റർ 2√2 ഉണ്ടെങ്കിൽ ആരം കണ്ടുപിടിക്കാൻ വ്യാസത്തിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 2√2ൻ്റെ പകുതി. വ്യാസത്തിൻ്റെ പകുതി അല്ലേ ആരം? വ്യാസമാണ് ഇപ്പം കിട്ടിയത് 2√2 ഈ മൊത്തം നീളം. എങ്കിൽ ആരം 2√2ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ആ കിട്ടും √2 എന്ന്. ഓക്കെ, ആരത്തിൻ്റെ വില കിട്ടി മക്കളെ √2. എങ്കിൽ നമ്മുടെ ഉത്തരം ചെയ്യാൻ 2 ഗുണം പൈ തൽക്കാലം അങ്ങനെ തന്നെ എഴുതിയാൽ മതി എന്ന ഓപ്ഷനിൽ നിന്ന് വ്യക്തം. 6ൻ്റെ വില മക്കളെ √2, 6ൻ്റെ വില √2 ഗുണിക്കാം. 2ഉം √2 ഗുണിച്ചാൽ 2√2 പൈ സെൻറ്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2√2 പൈ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വൃത്തത്തിൻ്റെ ചുറ്റളവ്. ക്ലിയർ അല്ലയോ? നല്ല ചോദ്യമോ? ഇത് അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം. ഓക്കെ, ഒരു കിഡിലൻ കോഡിങ് വന്നിരിക്കുക, നല്ലൊരു കോഡിങ്. കമ്പ്യൂട്ടർ എന്ന വാക്കിനെ PMOCREUTU എന്നെഴുതാമെങ്കിൽ ഡെസിഫർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? നല്ലൊരു കോഡിങ് മക്കളെ. നിങ്ങൾ ആലോചിക്കണം, ഒരു ഡിഗ്രി നിലവാരത്തിലല്ല ഇതൊന്നും ചോദിച്ചത്, +2 നിലവാരത്തിലാണ്. അപ്പം വരാൻ പോകുന്ന നമ്മുടെ CPO പരീക്ഷയ്ക്കും ഇത്തരം ചോദ്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ട് പോയാൽ നമ്മൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ആ പോസിറ്റീവ് എനർജി തന്നെ മതി നമുക്ക് പരീക്ഷയെ നന്നായിട്ട് അഭിമുഖീകരിക്കാൻ. ഓക്കെ, ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം മക്കളെ. കമ്പ്യൂട്ടർ അതിനെ അവരെങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത്? PMOCRETU. ഓക്കെ, മനസ്സിലായി? കമ്പ്യൂട്ടർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണ് മക്കളെ ഇത്. ശരിയാണോ? എടാ കമ്പ്യൂട്ടർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണിത്. കമ്പ്യൂട്ടർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ തന്നെയാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിരിക്കുക. സി ഇവിടെ, പി ഇവിടെ, അതേപോലെ O ഇവിടെ, M ഇവിടെ. കണ്ടോ? അതേപോലെ മക്കളെ U ഇവിടെ, R ഇവിടെ, E ഇവിടെ, T ഇവിടെ. കണ്ടോ? എങ്കിൽ വളരെ സിമ്പിളാണ്. ഡെസിഫർ DECIPHER ഡെസിഫർ എന്ന വാക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ മക്കളെ 2, 4 കണ്ടോ? ഈ 4 വെച്ചാൽ മാറ്റി എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 4, പിന്നത്തെ 4. അപ്പോൾ 1, 2, 3, 4. കണ്ടോ? ഒന്ന് വരച്ച് നോക്കിയാൽ മതി. എടാ C ഇവിടെ, P ഇവിടെ, O ഇപ്പുറത്ത്, M ഇപ്പുറത്ത്, അതേപോലെ U ഇങ്ങേയറ്റം, R ഇങ്ങേയറ്റം, പിന്നെ T ഇപ്പുറത്ത്, E ഇപ്പുറത്ത്. അപ്പം മക്കളെ ഇത് ഇങ്ങനെ ഒന്ന് വരയ്ക്കുമ്പം D ഇവിടെ, I ഇവിടെ, ഓക്കെ, അപ്പുറത്ത് C ഇവിടെ, E ഇവിടെ. ICED എന്നും പറഞ്ഞു തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ടോ? ഇനി മുന്നോട്ട് പോകണ്ട. ICED കണ്ടോ? അപ്പം തന്നെ മനസ്സിലായി, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എങ്കിലും വേണേ ബാക്കി നോക്കാം. P ഇവിടെ, R ഇവിടെ, E ഇവിടെ, H ഇവിടെ. ഒന്ന് ചേർത്തെഴുതാം. ICED REHP. ഓക്കെ, ICED REHP ഇതാ കിടക്കുന്നു ഓപ്ഷൻ എ. ആദ്യ പകുതി ചെയ്തപ്പം തന്നെ മനസ്സിലായി ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ ICED തുടങ്ങുന്നത് അല്ലേ? വേണ്ട, ഐയിൽ തുടങ്ങുന്നത്. ഐയിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പം തന്നെ ഉത്തരം മാർക്ക് ചെയ്യാമായിരുന്നു. ക്ലിയർ അല്ലയോ? അപ്പോൾ ഇത്തരത്തിലുള്ള കോഡിംഗ് എല്ലാം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഓയുടെ അച്ഛനാണ് M, Qയുടെ മകനാണ് P, എമ്മിൻ്റെ സഹോദരനാണ് N, Pയുടെ സഹോദരിയാണ് O എങ്കിൽ Nഉം Qവും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ഇവിടെ ഓപ്ഷനേ ഇല്ല, ഉത്തരവില്ല. ഇത് ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമായിരുന്നു. എങ്കിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്തുത്തരം വരും എന്ന് നമുക്ക് നോക്കാം. ഓയുടെ അച്ഛനാണ് M. ഞാൻ O എഴുതുക. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ ഓയേക്കാൾ മുൻപത്തെ ജനറേഷനാണ് അച്ഛനാണ് M. ഓക്കെ, അപ്പം എമ്മിനെ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി. മാത്രമല്ല ഒരു സ്ക്വയറും വരച്ചു. കാര്യം പുരുഷനാണ് M. ഇനി ഞാനിവിടെ ബന്ധം എഴുതി വെക്കുക. അച്ഛൻ കണ്ടോ മക്കളെ? ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ. ഓയുടെ കണ്ടോ? അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവനേക്കാൾ മുൻപത്തെ ജനറേഷനാണ്. അപ്പം മുകളിൽ വരച്ച്, കുറച്ചുകൂടെ തല മൂത്തവനാ അല്ലയോ? അതുകൊണ്ട് മേളിൽ വരച്ച്. ഇനി M ഒരു പുരുഷനായതുകൊണ്ട് സ്ക്വയറും വരച്ചു.
ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാനൊരു വട്ടം വരച്ചനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എടാ ഓയുടെ അച്ഛനാണ് എം, ഓയുടെ അച്ഛനാണ് എം. കണ്ടോ, ഓയുടെ അച്ഛനാണ് എം. ക്ലിയർ. അടുത്തത് ക്യൂയുടെ മകനാണ് പി. ക്യൂ, അപ്പം ഇവരുമായിട്ട് ആരുമായിട്ട് ബന്ധമില്ല. ക്യൂയുടെ മകനാണ് പി. ക്യൂവിൻ്റെ മകൻ, ക്യൂവിൻ്റെ മകൻ, ക്യൂവിൻ്റെ മകനാണ് പി. അപ്പം ക്യൂ അല്ലയോ അച്ഛൻ അല്ലെങ്കിൽ അമ്മ? ക്യൂ അല്ലയോ അച്ഛൻ അല്ലെങ്കിൽ അമ്മ? ക്യൂ ആരാണെന്ന് പറയുന്നില്ല, ജെൻഡർ വ്യക്തമല്ല. ക്യൂ ഒരു പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ പറയുന്നില്ല. ക്യൂയുടെ മകനാണ് പി എന്ന് പറയുന്നുണ്ട്, മകനാണ് പി. അപ്പം മനസ്സിലായി, പി ഒരു പുരുഷനാ. പി ഒരു പുരുഷനാ അല്ലേ? മകൻ എന്ന് പറഞ്ഞാൽ പുരുഷനാ. അപ്പം ദാ മകൻ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് കണ്ടാൽ മനസ്സിലാവും ക്യൂവിൻ്റെ മകനാണ് പി. ക്യൂവിൻ്റെ മകനാണ് പി. കാര്യം ക്യൂ ആണ് മുതിർന്ന ജനറേഷൻ, അതുകൊണ്ട് മേളിൽ എഴുതി. ക്യൂ പിന്നത്തെയാണ്. ഓക്കെ. അടുത്ത എമ്മിൻ്റെ സഹോദരനാണ് എൻ. എമ്മിൻ്റെ സഹോദരനാണ് എൻ. കണ്ടോ, എടാ എമ്മിൻ്റെ സഹോദരൻ. അപ്പോൾ ഈ എമ്മിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ സെയിം ജനറേഷനിലെ മക്കളെ. അതുകൊണ്ട് ഞാൻ ദാ ഇവിടെ തന്നെ വരയ്ക്കുക. എൻ ദാ എമ്മിൻ്റെ സഹോദരനാണ് എൻ എന്ന് പറയുന്നത്. സഹോദരൻ എന്ന് പറഞ്ഞാൽ മക്കളെ, സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ജനറേഷനാണ്. മാത്രമല്ല പുരുഷനായതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്ക്വയർ വരച്ച്. ഇത്രയും ക്ലിയർ ആണോ? ആണ്. അതേപോലെ പിയുടെ സഹോദരിയാണ് ഓ. പിയുടെ സഹോദരിയാണ് ഓ. കണ്ടോ, എടാ ഓ ദാ ഇവിടെ കിടക്കുന്നു. പിയുടെ സഹോദരിയാണ് ഓ. സഹോദരി. അപ്പോൾ ഓ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി. എടാ പിയുടെ സഹോദരി ദാ സിസ്റ്റർ. കണ്ടോ, പിയുടെ സഹോദരിയാണ് ഓ. അപ്പോൾ ഓ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കി നമ്മളൊരു വട്ടം വരച്ചു. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. എങ്കിൽ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം എന്ത്? എന്നും ക്യൂവും ഈ എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. എമ്മിൻ്റെ സഹോദരനാണ് എൻ. എമ്മിൻ്റെ ഇയാളുടെ ഈ ഓയുടെ അച്ഛനല്ലേ എം. അപ്പോൾ എമ്മിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ, ഇവിടെ മകളാണെന്ന് വ്യക്തം. കാര്യം ഞാൻ വൃത്തം വരച്ചു. കാര്യം പിയുടെ സഹോദരിയാവോ, പിയുടെ സഹോദരി. അപ്പം സ്ത്രീയാണ്. അതുകൊണ്ട് എമ്മിൻ്റെ മകളാണുവോ. ഇയാളുടെ സഹോദരിയാണ് ഇതെങ്കിൽ ഇവളുടെ സഹോദരനല്ലേ പി. സഹോദരൻ പി ഒരു പുരുഷനാ. കണ്ടോ, എടാ ഇവർ തമ്മിൽ സഹോദരനോ. അപ്പം ഇവരുടെ രണ്ടുപേരുടെ അച്ഛനാണ് എം അല്ലേ? പിന്നെ പറയുന്നുണ്ടായിരുന്നു ക്യൂവിൻ്റെ മകനാണ് പി എന്ന്. നമുക്ക് മനസ്സിലായി, പിയുടെ അച്ഛൻ എമ്മ. കാര്യം ഓയും പിയും തമ്മിൽ സഹോദരന്മാരാ. ഓയുടെ അച്ഛൻ എമ്മ. അപ്പം പിയുടെ അച്ഛൻ എമ്മ തന്നെ. എങ്കിൽ മക്കളെ ഇത് അമ്മയല്ലേ? ഇത് അവരുടെ അമ്മയല്ലേ? കാര്യം ക്യൂവിൻ്റെ മകനാണ് പി എന്ന് പറയുന്നുണ്ട്. അതായത് അച്ഛൻ എമ്മ. അപ്പോൾ എന്തായാലും ക്യൂ എന്ന് പറയുന്ന ആൾ അമ്മയാണ്. എല്ലാവരുടെയും ജെൻഡർ വ്യക്തമാണ്. കണ്ടെത്തേണ്ടത് എന്നും ക്യൂവും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം, എടാ അച്ഛനും അമ്മയും അവരുടെ രണ്ട് മക്കൾ. അച്ഛനും അമ്മയും അവരുടെ രണ്ട് മക്കൾ, മോനും മോളും. എങ്കിൽ ഇത് ഈ ക്യൂവിൻ്റെ ഭർത്താവാണ് എം. ഭർത്താവിൻ്റെ സഹോദരൻ, ഭർത്തൃ സഹോദരനാണ് ശരിയുത്തരം. അല്ലെങ്കിൽ ക്യൂ എന്നിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ സഹോദരൻ്റെ ഭാര്യ. ഓക്കെ. സഹോദരൻ്റെ ഭാര്യ എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. തിരിച്ച് ഭർത്താവിൻ്റെ സഹോദരൻ, ക്യൂവിൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഭർത്താവിൻ്റെ സഹോദരൻ എന്നുമില്ല, സഹോദരൻ്റെ ഭാര്യ എന്നുമില്ല. അതുകൊണ്ട് ശരിയുത്തരം ഇവിടെ ഒന്നുമില്ല. മനസ്സിലായോ? ഒന്നുകിൽ ഭർത്താവിൻ്റെ സഹോദരൻ, അല്ലെങ്കിൽ ഭർത്തൃ സഹോദരൻ. ഓക്കെ, ഭർത്തൃ സഹോദരൻ എന്നോ, അതല്ലെങ്കിൽ മക്കളെ സഹോദരൻ്റെ ഭാര്യ എന്നോ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സഹോദര ഭാര്യ എന്നോ അല്ലെങ്കിൽ ഭർത്തൃ സഹോദരൻ എന്നോ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉത്തരമില്ലായിരുന്നു. കാര്യം ക്ലിയർ അല്ലയോ? അടിപൊളി ചോദ്യമാണ് മക്കളെ. ഇതാണ് അടുത്ത ചോദ്യം. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ചോദ്യം, 10ാമത്തെ ചോദ്യമാണ്. വിട്ടുപോയ സംഖ്യ ഏത്? അടിപൊളി ചോദ്യമാണ്. കിട്ടില്ലൻ ചോദ്യമായിരുന്നു, പടപ്പൻ ചോദ്യമായിരുന്നു. എടാ വിട്ടുപോയ സംഖ്യ ഏത്? പല രീതിയിൽ ആലോചിക്കാമായിരിക്കും. പക്ഷേ ഞാൻ കുറേ നോക്കിയിട്ടും കിട്ടിയ നല്ലൊരാശയം ഇതാണ്. നിങ്ങൾ നോക്കി മുമ്പോട്ട് മക്കളെ, ഇങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ, ഇത് അല്ലാതെ ഇങ്ങനെയല്ല ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെ ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെ ഒന്നും കിട്ടിയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ 5 കൂട്ടി 7 കൂട്ടി ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ കിട്ടത്തില്ല. അപ്പം നോക്കിയ മക്കളെ, ഇത് ഇങ്ങനെ നോക്കി 10 12 ആവാൻ നോക്ക്. 10 12 ആവാൻ 2 കൂട്ടി. കണ്ടോ? 12 15 ആവാൻ മക്കളെ 3 കൂട്ടി. കണ്ടോ? ഇവിടെ 2 കൂട്ടി 3 കൂട്ടി.
15 20 ആവാൻ 5 കൂട്ടി. കണ്ടോ ഇങ്ങോട്ട് 5 കൂട്ടി. 20 27 ആവാൻ 7 കൂട്ടി. നോക്കിയ മക്കളെ ഒരു ബന്ധം നോക്കിയേ. 2 3 5 7 കണ്ടോ 2. എടാ 1 3 5 7 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ഒറ്റ സംഖ്യകളാ കൂട്ടി പോയത്. 1 3 5 7 എന്നായിരുന്നെങ്കിൽ ഒറ്റ സംഖ്യകളാ കൂട്ടി പോയത്. ഇവിടെ ഇപ്പൊ 2 കടന്ന് വന്നതുകൊണ്ട് തന്നെ മനസ്സിലായി പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യകളാണ് കൂട്ടുന്നത്. അപ്പൊ ഇങ്ങോട്ട് ശരിയാവുന്നുണ്ടോ നോക്കാം. 27നോട് എത്ര കൂട്ടിയാൽ മക്കളെ 38 കിട്ടും? 27 + 11 കൂട്ടിയാലാണ് 38 കിട്ടുക. ഓക്കെ, അപ്പൊ ശരിയാ. 2 3 5 7 7 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ 11. വീണ്ടും 38നോട് എടാ 13 കൂട്ടിയാലാണ് 51 കിട്ടുക. കണ്ടോ 2 കൂട്ടി 3 കൂട്ടി 5 കൂട്ടി 7 കൂട്ടി 11 കൂട്ടി 13 കൂട്ടി. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മക്കളെ ദാ 68 ആവാൻ ദാ കൂട്ടേണ്ട സംഖ്യ 17. കാര്യം 13 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 17 ഉള്ളൂ. 13 കഴിഞ്ഞാൽ 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല. ശരി, 51നോട് 17 കൂട്ടിയാൽ 68 കിട്ടുക. കണ്ടോ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. കണ്ടോ മക്കളെ? എടാ ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇങ്ങനെ വരുന്നത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ, ഈ റൊട്ടേഷൻ കണ്ടോ. അപ്പൊ മക്കളെ 17 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 19. എങ്കിൽ 19 കൂട്ടി നോക്കാം. 68 + 19 8 8 16 1 17 7 ശിഷ്ട 1 6 1 7 1 8 87. എങ്കിൽ ഇവിടെ വരേണ്ട സംഖ്യ മക്കളെ 87 87. ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ സി. ഇതാണ് റൈറ്റ് ആൻസർ. പറഞ്ഞ മനസ്സിലായോ? അടിപൊളി ചോദ്യമല്ലായിരുന്നു. ഇനി ദാ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യണം. ഏതാ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന്. 10 ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂട്ടത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, ബാക്കി വരാൻ പോകുന്ന 9 ക്ലാസ്സുകൾ കൂടി കണ്ടിട്ട് നിങ്ങൾ പരീക്ഷയെ സമീപിച്ചാൽ ഉറപ്പായിട്ടും ഈ പരീക്ഷ വളരെ എളുപ്പമുള്ളതായിട്ട് മാറും. കാര്യം അത്രത്തോളം നല്ല ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുന്നു. PSC സ്ഥിരം ആവർത്തിക്കുന്ന യൂണിഫോം പോസ്റ്റുകളിലെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പം നമുക്ക് ആ പരീക്ഷ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പം വരാൻ പോകുന്ന 9 ക്ലാസ്സുകളും ലഭിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം നേരുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.